ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ ഇംഗ്ലീഷ് ആണ് എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ വേറെയും കുറേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇംഗ്ലീഷിൻ്റെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി കംപ്രഹെൻഷൻ ആണ്. റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതായത് നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പാസേജ് നന്നായി വായിച്ച് മനസ്സിലാക്കുക, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യവും ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് പാസേജ് വായിച്ച് നോക്കാം. Sudha Murthy is a famous Indian author and social worker. She loves to write stories for children. Her stories often talk about kindness, simplicity, and helping others. Once she decided to help schools in rural Karnataka. She donated thousands of books to set up libraries so that children in villages could read and learn. She believes that books are our best friends and knowledge is the greatest gift one can give. അപ്പോൾ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ ആരിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? സുധാമൂർത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സുധാമൂർത്തി എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഓഥറാണ്, ഒരു സോഷ്യൽ വർക്കറാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറീസും ഒക്കെ എഴുതാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൂ ഈസ് സുധാമൂർത്തി? ആരാണ് സുധാമൂർത്തി? ആരാണ്? സുധാമൂർത്തി ഈസ് എ ഫേമസ് ഇന്ത്യൻ ഓഥർ ആൻഡ് സോഷ്യൽ വർക്കർ. സുധാമൂർത്തി എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഓഥറാണ്, അതുപോലെ ഒരു സോഷ്യൽ വർക്കറുമാണ്. വാട്ട് ഡു ഹെർ സ്റ്റോറീസ് ഓഫൺ ടോക്ക് അബൌട്ട്? അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് സുധാമൂർത്തിയുടെ സ്റ്റോറി സാധാരണയായിട്ട് ഉണ്ടാറ്? ഹെർ സ്റ്റോറീസ് ഓഫൺ ടോക്ക് അബൌട്ട് കൈൻഡ്നസ്, സിംപ്ലിസിറ്റി ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ്. അപ്പോൾ കൈൻഡ്നസ്സും സിംപ്ലിസിറ്റിയും അതുപോലെ ബാക്കിയുള്ളവരെ സഹായിക്കുക, അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് സുധാമൂർത്തിയുടെ സ്റ്റോറീസ് ഉണ്ടാവാറ്. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഷീ ഹെൽപ്പ് ദ സ്കൂൾസ് ഇൻ റൂറൽ കർണാടക? അപ്പോൾ കർണാടകയിലെ റൂറൽ ആയിട്ടുള്ള, അതായത് അധികം പുരോഗമനമൊന്നും ഇല്ലാത്ത സ്ഥലത്തെ സ്കൂളുകളെ എങ്ങനെയാണ് സുധാമൂർത്തി ഹെൽപ്പ് ചെയ്തത്? എങ്ങനെയാണ്? ഷീ ഡൊണേറ്റഡ് thousands of books to set up libraries in rural കർണാടക. അപ്പോൾ റൂറൽ കർണാടകയിലെ ലൈബ്രറീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം ബുക്ക് എന്ത് ചെയ്തു? സുധാമൂർത്തി ഡൊണേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഗേവ് ആസ് എ ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്ന മീനിങ് വരുന്ന ഒരു വേർഡ് പാരഗ്രാഫിൽ നിന്ന് എഴുതാൻ. അത് ഏതാണ്? ഡൊണേറ്റഡ്. നെക്സ്റ്റ്, വാട്ട് ഡസ് സുധാമൂർത്തി ബിലീവ് അബൌട്ട് ബുക്സ്? ബുക്സിനെ കുറിച്ച് സുധാമൂർത്തി എന്താണ് വിശ്വസിച്ചിരുന്നത്? ഷീ ബിലീവ്സ് ദാറ്റ് ബുക്സ് ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് നോളജ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് one can give. അപ്പോൾ ഈ സുധാമൂർത്തി വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ബുക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഒരാൾക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ല ഗിഫ്റ്റ്, ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് ബുക്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം. തോട്ട്സ് ആണ്. റീഡ് ദ കോണ്ടെക്സ്റ്റ് ഗിവൻ ബിലോ. അപ്പോൾ താഴെ ഒരു കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആദ്യം നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഇൻ ദ സ്റ്റോറി 6 dots, ലൂയിസ് ബ്രെയ്ലി accidentally hurt his eye with an owl. The infection spread and by the time he turned 5, he was completely blind. He felt sad and helpless initially. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ പാരഗ്രാഫ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? താഴെ എന്തോ കൊടുത്തിട്ടുണ്ട്. ഇൻഫെക്ഷൻ സ്പ്രെഡ് ടു മൈ അതർ ഐ until I could see nothing at all. No trees or sparrows, no faces.
Write the thoughts of Louis Braille when he realized he had lost his eyesight. അപ്പോൾ ഇൻഫെക്ഷൻ കണ്ണിലേക്ക് വന്നിട്ട് പിന്നെന്താ, പിന്നെ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. ട്രീസും സ്പാരോസും മൃഗങ്ങളും ഒന്നും തന്നെ കാണാനായിട്ട് പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നറിയുന്ന ആ സമയത്തുള്ള ലൂയിസ് ബ്രെയിലിയുടെ തോട്ട്സ് ആണ്. അപ്പോൾ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ഡാർക്ക്നെസ്, എവ്രിവൺ cannot see parents, how will I read, feeling sad, wanting to be independent. Okay, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തോട്ട്സ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതാണ് everything is so dark now. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എല്ലാതും ഇരുട്ടാണ്. I cannot see my parents' face. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ പാരന്റിന്റെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല. I cannot see the trees or the birds. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ട്രീസിനെയോ അല്ലെങ്കിൽ ബേർഡ്സിനെയോ കാണാൻ പറ്റുന്നില്ല. How will I ever read? ഇനി ഞാൻ എങ്ങനെയാണ് വായിക്കുക? How will I know about the world's look like? അപ്പോൾ ഈ ലോകം എങ്ങനെയിരിക്കുമെന്ന് ഞാൻ എങ്ങനെയാണ് കാണുക? I feel so helpless and sad. അപ്പം എനിക്ക് എന്താണ്, ഒരുപാട് വിഷമവും ഒരുപാട് നിസ്സഹായ അവസ്ഥയും തോന്നുന്നുണ്ട്. I want to be independent like other children. എനിക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ള കുട്ടികളെ പോലെ ഇൻഡിപെൻഡൻ്റ് ആവണം. പക്ഷെ ഞാൻ എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവും? I hope I can still learn and do things on my own. അപ്പോൾ ഇപ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പഠിക്കാനും എൻ്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനും ആയിട്ട് പറ്റും. I miss the light. ഞാൻ എന്താ, വെളിച്ചത്തിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തോട്ട്സ് എഴുതേണ്ടത്. ഇനി അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ 2 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. അപ്പോൾ 3A ഉണ്ട്, 3B ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ആക്ടിവിറ്റി അറ്റൻഡ് ചെയ്താൽ മതി. സോ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. The following events are from the story A Friend Like Simon. അപ്പോൾ A Friend Like Simon എന്ന് പറയുന്ന നമ്മുടെ ലെസണിലത്തെ കുറച്ച് ഈവൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. They are given in jumbled order. അപ്പോൾ ഇതൊക്കെ എന്താണ്, കറക്റ്റ് അല്ലാത്ത ഓർഡറിലാണ് തന്നിട്ടുള്ളത്. Arrange them in the correct sequence. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ നമുക്ക് നോക്കാം. Simon shouted suddenly no to Hetty at the funfair. Simon always liked to arrange the books and pencils on his desk in the same way every day. Simon shared his sandwiches with Matthew. Sometimes Simon would get help with his work from a special teacher. Okay, അപ്പോൾ കറക്റ്റ് സീക്വൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതാണ് ആദ്യം വരിക? സംടൈംസ് സൈമൺ വുഡ് ഗെറ്റ് ഹെൽപ്പ് വിത്ത് ഹിസ് വർക്ക് ഫ്രം എ സ്പെഷ്യൽ ടീച്ചർ. അപ്പോൾ എന്താണ്, ചില സമയത്ത് സൈമൺ എന്ത് ചെയ്യും, സ്പെഷ്യൽ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ഹെൽപ്പ് മേടിക്കും. ഇനി നെക്സ്റ്റ്, Simon always liked to arrange the books and pencils on his desk in the same way every day. സൈമണിന് എന്താണ്, എപ്പോഴും ബുക്സും അതുപോലെ പെൻസിൽസ് ഒക്കെ ശരിക്കും പോലെ അറേഞ്ച് ചെയ്യാൻ ഇഷ്ടമാണ്. ഈ നെക്സ്റ്റ് എന്താ വരിക? സൈമൺ ഷെയർഡ് ഹിസ് സാൻഡ്വിച്ചസ് വിത്ത് മാത്യുവുമായി സൈമൺ എന്ത് ചെയ്യും, സാൻഡ്വിച്ചുകൾ ഷെയർ ചെയ്യും. Simon shouted suddenly no to Hetty at the funfair. സൈമൺ എന്ത് ചെയ്യും, സഡൻലി പെട്ടെന്ന് നോ എന്ന് ഷൗട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് ഓർഡർ വരിക. ഇനി നമുക്ക് നെക്സ്റ്റ് 3B നോക്കി നോക്കാം. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദിസ് സീൻ ഫോക്കസിങ് ഓൺ ഹൗ ദ റാംസ് ഹെൽപ്പ് ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ബോയ്. അപ്പോൾ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ എങ്ങനെയാണ് ഈ റാമ്പ് എന്ന് പറഞ്ഞാൽ ഇതില്ലേ, ഈ റാമ്പ് എങ്ങനെയാണ് ഇങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഈ കുട്ടിയെ പോലെയുള്ളവർക്ക് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതാം.
In the picture, a boy in a wheelchair is using ramp to enter a building. അപ്പോൾ പിക്ചറിൽ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ബിൽഡിങ്ങിന്റെ അകത്ത് കയറാൻ വേണ്ടി റാമ്പ് ഉപയോഗിക്കുന്നുണ്ട്. The ramp is gently sloping, making it easy for him to move up without help. അപ്പോൾ റാമ്പ് എന്താ? ചെറുതായിട്ട് ഒരു സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് അവൻക്ക് ഒറ്റയ്ക്ക് തന്നെ കയറാൻ പറ്റുന്നുണ്ട്. Without the ramp, he would not be able to enter because of the steps. അപ്പോൾ ഈ റാമ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അവൻക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റില്ല. The ramp helps be independent and shows that everyone should have equal access to places. അപ്പോൾ ഈ റാമ്പ് എന്താണ് കാണിക്കുന്നത്? എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും എല്ലാവർക്കും ഒരുപോലെ എത്താനായിട്ട് സാധിക്കും. It is a small change that makes a big difference for differently abled people. അപ്പോൾ ഈ റാമ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മാറ്റമാണ്, പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അത് വലിയ ഒരു ഉപകാരമാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കി നോക്കാം. ന്യൂസ് റിപ്പോർട്ടാണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. അപ്പോൾ 4A ഉണ്ട്, 4B ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 4A നോക്കി നോക്കാം. ഇൻ ദ സ്റ്റോറി 6 dots, ലൂയിസ് ബ്രെയ്ലി, എ 15-year-old student, invented a new alphabet code for visually challenged using raised dots. She was a breakthrough moment in history. അപ്പോൾ എന്താണ്? ലൂയിസ് ബ്രെയ്ലി എന്ന് പറയുന്ന ഒരു 15 വയസ്സായിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഡോട്ട്സ് വെച്ചിട്ടൊരു ഭാഷ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി തന്നെ സൃഷ്ടിക്കാൻ കാരണമായി. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് ദിസ് ഇൻവെൻഷൻ. ഈ ഇൻവെൻഷനെ കുറിച്ചിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എപ്പോഴും എന്ത് ചെയ്യുക? ഒരു ബോക്സിലാക്കിയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒന്നും കൂടി ബെറ്റർ. ഓക്കെ, ഇനി ബ്രേക്ക് ത്രൂ ബ്രെയ്ലി കോഡ് ഇൻവെന്റഡ് ബൈ ടീനേജർ. ഓക്കെ, അങ്ങനെ കൊടുത്തു. ദെൻ ഹെഡിങ് കൊടുത്തു. ഹെഡിങ് സെൻട്രലായിട്ട് കൊടുക്കണം. ദെൻ പാരീസ് 10 January 1824. ഇനി നമ്മൾ കാര്യം കൊടുക്കുകയാണ്. ലൂയിസ് ബ്രെയ്ലി, എ 15-year-old student at the Royal School for the Blind in Paris, has invented a new alphabet system using raised dots. അപ്പോൾ raised dots ഉപയോഗിച്ച് ഇങ്ങനെ ആ സ്കൂളിൻ്റെ പേരൊക്കെ കൊടുത്ത് 15 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്തു? ബ്ലൈൻഡ് ആയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ആൽഫബറ്റ് സിസ്റ്റം കണ്ടുപിടിച്ചു. ദിസ് കോഡ് ക്യാൻ ബി റീഡ് ബൈ ടച്ച്, allowing visually challenged people to read and write independently. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ടച്ച് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. Braille worked for years to simplify an earlier military code. His system uses just 6 dots arranged in 2 columns. Teacher and students at the school are thrilled with this invention. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. ഞാൻ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ വളരെയധികം ത്രില്ലായിട്ടിരിക്കുകയാണ്. This will change lives, said Dr. Pignier, the headmaster. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞതാണ് ഇത് എന്ത് ചെയ്യും? ഇത് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കും. Braille's invention promises to bring a light to the world of visually impaired. അപ്പോൾ ഇങ്ങനെ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലോകത്തേക്ക് ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു പുതിയൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ്. Okay, ഇനി നെക്സ്റ്റ്. ഇൻ ദ സ്റ്റോറി ദ YY ഗേൾ, മൊയ്ന പ്രിപ്പയേഴ്സ് നോട്ട് അബൌട്ട് ദ ബുക്സ് ഷീ റെഡ്. അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റോറി ആയിട്ടുള്ള YY ഗേളിൽ മൊയ്ന എന്ത് ചെയ്യുന്നുണ്ട്? അവൾ വായിച്ച ബുക്കിനൊക്കെ കുറിച്ചിട്ട് നോട്ട് തയ്യാറാക്കുന്നുണ്ട്. പ്രിപ്പയർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്ക് ഗിവൺ ബിലോ ആൻഡ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ ചെറിയൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ്. അപ്പം എന്താ ടൈറ്റിൽ? ദ ജംഗിൾ ബുക്ക്, ഓഥർ റുഡിയാർഡ് കിപ്ലിംഗ്, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? മോഗ്ലി, ബാലു, ബഗീര, ഷേർഖാൻ, തീം,
പ്ലോട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ സമ്മറി എഴുതാം. എന്താണ്? എ യങ് ബോയ് നെയ്മഡ് മൗഗ്ലി ഈസ് റേസ്ഡ് ബൈ വാൾസ് ഇൻ ദ ഇന്ത്യൻ ജംഗിൾ. അപ്പോൾ ഒരു യങ് ബോയ് ആയിട്ടുള്ള മൗഗ്ലി എന്ന് പറയുന്ന കുട്ടീനെ റേസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ജംഗിൾ ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ബാലു ദ ബെയർ ആൻഡ് ബഗീറ ദ പാന്തർ. അപ്പൊ ആരെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത് നടന്നത്? അവന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബാലു എന്ന ബിയറിന്റെയും അതുപോലെ ബഗീറ എന്ന് പറയുന്ന പാന്തറുമാണ് ഇവനെ റേസ് ചെയ്തത്. He learned to survive and face dangers like the fierce tiger Sher Khan. അപ്പൊ ഇങ്ങനെ എന്താണ് ഡേഞ്ചേഴ്സും അതൊക്കെ ഫേസ് ചെയ്യാൻ ഇവൻ പഠിച്ചിരുന്നു. The story shows the importance of courage, loyalty and belongings. അപ്പൊ ഈ സ്റ്റോറി എന്താ കാണിക്കുന്നത്? കറേജിന്റെയും ലോയൽറ്റിന്റെയും അതുപോലെ ബിലോങ്ങിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസിനെയാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഒരു ഡയറി എൻട്രി ആണ്. കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കാം. മൊയ്ന the YY girl finally meets the narrator who tells her the books have the answers to all her questions. Moina is thrilled and decided to learn reading. That night she writes her diary. അപ്പോൾ ആ രാത്രി അതായത് നറേറ്ററിനെ മീറ്റ് ചെയ്തു, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ രാത്രി മൊയ്ന തൻ്റെ ഡയറിയിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഡയറി എഴുതുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഡയറി എഴുതുമ്പോഴും ബോക്സിലാണ് നല്ലത്. Okay, then നമ്മൾ ഡേറ്റ് കൊടുത്തു. Dear diary, today I met the kind lady at the Samiti. She reads books every night. അപ്പോൾ ഞാൻ ഇന്നൊരു ലേഡിയെ മെറ്റ് ചെയ്തു, കണ്ടുമുട്ടി. അവൾ എന്താണ് എല്ലാ ദിവസവും ബുക്ക് വായിക്കും. She told me that books have answers to all my why questions. അപ്പോൾ why എന്ന എല്ലാ എൻ്റെ ചോദ്യത്തിനും ബുക്കിൽ ആൻസർ ഉണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എന്താ? I was so excited. I want to know why stars twinkle, why fish are silent and so many other things. അപ്പോൾ എനിക്ക് എന്താ ഒരുപാട് കാര്യങ്ങൾ അറിയണം. എന്തുകൊണ്ടാണ് സ്റ്റാർസ് ഒക്കെ ഇങ്ങനെ തിളങ്ങുന്നത്, എന്തുകൊണ്ടാണ് ഫിഷ് സൈലന്റ്, അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. I have decided I will learn to read no matter what. അപ്പം ഞാനിപ്പോൾ തീരുമാനിച്ചു ഞാൻ വായിക്കാൻ പഠിക്കും. I will work hard and one day I will read all the books in the world. അപ്പം ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു ദിവസം എന്താ ഈ ലോകത്തുള്ള എല്ലാ ബുക്കുകളും ഞാൻ വായിക്കും. Okay, then our last activity editing ആണ്. Edit the passage given below. അപ്പോൾ കുറച്ച് തെറ്റുകളുണ്ട്. തെറ്റുകളാണ് ഇവിടെ, എറേഴ്സ് ഉണ്ട്. അതാണ് ഇവിടെ ബോൾഡ് ആയി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ലൂയിസ് ബ്രെയ്ലി want to read and write like everyone else. അവിടെ want അല്ല വരിക, അവിടെ എന്താ വരിക? wanted to read and write like everyone else. He go to the royal അല്ല, അവിടെ എന്താ വരിക? he went to the royal school for the blind. The book there had huge letters. It was difficult to read. They ആണ് വരിക, അവിടെ them ആണ് വരിക, them. Finally he invented a code using six dots വരും. This code changed the world for the visually challenged. visually ly കൂടെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.